നമ്മുടെ ഈ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 8 വരെ. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ച് വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞ് കൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗ്രോസ്, നിക്കോനർ, തീമോൻ, പർമാനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവരെ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ പ്രഭാതം അടുത്തു വന്ന് നിന്റെ കൃപയുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാക്കുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ ശരീരമാകുന്ന സഭയിലെ ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിനായി കാലാകാലങ്ങളിൽ നീ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചിട്ടുള്ളവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നും നിന്റെ വിളി അനുസ്യൂതം തുടരുകയാണല്ലോ കർത്താവേ. സഭയിലൂടെ ഈ ലോകത്തിൻ്റെ അനുഗ്രഹീത ശുശ്രൂഷയ്ക്കായി ഇന്ന് നിയോഗിതരാകുന്ന ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ സമർപ്പണത്തെ തമ്പുരാനോട് മാനിക്കണമേ. അവരുടെ സമർപ്പണം ജീവിത വിശുദ്ധിയിലൂടെ കർത്താവിന് പ്രയോജനകരമായ ശുശ്രൂഷകന്മാരായി മാറുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിയുന്നിയ മെത്രാപ്പോലിത്ത തിരുമേനിയെയും അഭിയുന്നിയ സെറാഫിം തിരുമേനിയെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന എല്ലാവരും നീ അവിടുന്ന് ബലപ്പെടുത്തണം. വചനത്തിൻ്റെ ബലത്തിൻ്റെ നടുവിൽ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കനിവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആദിമസഭയുടെ വളർച്ചയും വികാസവുമാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ആദിമ വിശ്വാസ സമൂഹത്തിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിൻ്റെയും സാക്ഷ്യ മുന്നേറ്റത്തിൻ്റെയും അനുഭവങ്ങൾ ഇവിടെ രേഖപ്പെടുന്നു. പ്രതിസന്ധികളുടെ തീച്ചൂളയിലൂടെയാണ് ആദിമസഭ കടന്നുപോയത്. സഭയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും നേരിട്ട പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സഭ അതിജീവിച്ച ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ അതിൻ്റെ പരിഹാരത്തിനായി ആദിമസഭ തെരഞ്ഞെടുത്ത 7 യൗവനക്കാരെ പറ്റി ഈ 6-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും ശക്തിയോടുകൂടെ വിശദീകരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധേയനായ സ്തേഫാനോസ് തൻ്റെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ശ്രേഷ്ഠമായ അനുകരണീയമായ ഒരു മാതൃക നമ്മുടെ മുൻപാകെ നൽകുന്നു. മേശമേൽ ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ വിളിക്കപ്പെട്ടവൻ എന്ന നിലയിൽ ശമ്മാശന്മാരുടെ ഗണത്തിലെ ആദ്യനും സഭയുടെ ആദ്യ രക്തസാക്ഷിയുമായ സ്തേഫാനോസ് ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച ശമ്മാശനാണ്. സ്തേഫാനോസിൻ്റെ ശുശ്രൂഷാകാലം വളരെ ചെറുതായിരുന്നു. എന്നാൽ അതിൻ്റെ അനുരണനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറം നീണ്ടു നിൽക്കുന്നതാണ്. സ്തേഫാനോസിൻ്റെ ശുശ്രൂഷാകാലം വളരെ ചെറുതായിരിക്കാം, എന്നാൽ അതിൻ്റെ അനുരണനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നിലനിൽക്കുന്നതാണ്. ഒരു സമർപ്പിതനിൽ നിന്നും ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് സ്തേഫാനോസ് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി നൽകുകയാണ്. സ്തേഫാനോസിൻ്റെ ജീവിതത്തിലൂടെ ലളിതമായ ഏതാനും കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ നിയോഗത്തിൻ്റെ തിരിച്ചറിവുള്ളവനാകണം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ നിയോഗത്തിൻ്റെ തിരിച്ചറിവുള്ളവൻ ആകണം.
അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം ആദിമസഭ നേരിടുന്ന വലിയ പ്രതിസന്ധി രേഖപ്പെടുത്തുന്നു. യവന ഭാഷ സംസാരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളും എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളും തമ്മിലുള്ള വലിയ കോൺഫ്ലിക്റ്റ്, വലിയ പ്രശ്നം അവിടെ പറയുന്നു. തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ, അവരെ കരുതുന്നതിൽ, അവർക്ക് ഭക്ഷണം നൽകുന്നതിൽ, മറ്റ് ആവശ്യങ്ങളിൽ അവഗണിക്കുന്നതായി യവന ഭാഷ സംസാരിക്കുന്നവർ പരാതിപ്പെടുന്നു. ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതികരണം ഉടൻ തന്നെ ഇവിടെ കാണുകയാണ്. അപ്പോസ്തല സമൂഹം അടങ്ങുന്ന ആദിമ സഭാ നേതൃത്വം ഇതിനെ ഗൗരവമായി കാണുന്നു. ഇതിനെ ഭരണപരമായ ഒരു പ്രശ്നമായിട്ട് മാത്രമല്ല അവർ കാണുന്നത്, ഇതിനെ ഒരു ആത്മീയ പ്രശ്നമായി മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെടുന്നെങ്കിൽ അത് സഭയുടെ സാക്ഷ്യത്തെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിയുന്ന നേതൃത്വം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെടുന്നുവെങ്കിൽ അത് സഭയുടെ സാക്ഷ്യത്തെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിയുന്നതായ നേതൃത്വം നീതി നിഷേധിക്കപ്പെട്ടവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആദിമസഭാ നേതൃത്വം തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പരാതി പറയുന്ന ആളുകളിൽ നിന്ന് തന്നെ പ്രശ്നപരിഹാരത്തിനായി ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ, നല്ല സാക്ഷ്യമുള്ള, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട 7 പേരെ ഇതിനായി തിരഞ്ഞെടുക്കുന്നുവെന്ന് ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നു. ആദിമസഭയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാമായിരുന്ന ഒരു പ്രശ്നത്തെ നീതിപൂർവമായ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സ്തെഫാനോസിന് സാധ്യമായി തീരുന്നു. മേശമേലുള്ള ശുശ്രൂഷയിലാണ് സ്തെഫാനോസ് നിയോഗിതനാകുന്നത്. തന്നെ നിയോഗിക്കുന്ന ഇടത്തിൻ്റെ വലുപ്പമോ ചെറുപ്പമോ അല്ല, അതിലൂടെ ഒരു സമൂഹത്തിന് നന്മയും നീതിയും നടപ്പാക്കാമെന്നാണ് സ്തെഫാനോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. തന്നെ നിയോഗിക്കുന്ന ഇടത്തിൻ്റെ വലുപ്പമോ ചെറുപ്പമോ അല്ല, അതിലൂടെ ഒരു സമൂഹത്തിന് നന്മയും നീതിയും നടപ്പാക്കാമെന്ന് സ്തെഫാനോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അവഗണിക്കപ്പെടുന്നവരുടെയും ഉപേക്ഷിക്കപ്പെടുന്നവരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതായ വലിയ ശുശ്രൂഷ, അവർക്കൊപ്പം നിൽക്കുന്നതായ സ്തെഫാനോസ് മേശമേലുള്ള ശുശ്രൂഷയെ ശ്രേഷ്ഠമായ ശുശ്രൂഷയാക്കി മാറ്റുകയാണ്. മേശമേലുള്ള ശുശ്രൂഷയെ അതിശ്രേഷ്ഠമായ ശുശ്രൂഷയാക്കി മാറ്റുന്നു. ജാർഖണ്ഡിലെ ആദിവാസി സമൂഹത്തിൻ്റെ അവകാശ സംരക്ഷണത്തിനായി, അവരുടെ മണ്ണിനായി, അവരുടെ ആത്മാഭിമാനം നിലനിർത്തുന്നതിനുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മുൻപിൽ അവർക്കൊപ്പം പങ്കുചേർന്ന ഫാദർ സ്റ്റാൻ സ്വാമി അവഗണിക്കപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് അദ്ദേഹത്തിൻ്റെ നിയോഗത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമി തൻ്റെ നിയോഗ ദർശനങ്ങളെ ബലികഴിക്കാതെ തൻ്റെ ജീവിതത്തെ തന്നെ ബലിയാക്കി മാറ്റി. 2021 അന്യായമായി തടവിൽ വെച്ച് ജീവൻ വെടിയേണ്ടി വരുമ്പോഴും ഈ വലിയ നീതിക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. സ്തെഫാനോസ് തൻ്റെ നിയോഗത്തെ ഒരു അധികാര കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നില്ല, പ്രത്യുത അതിനെ ശുശ്രൂഷയുടെ സോപാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സ്തെഫാനോസ് തൻ്റെ നിയോഗത്തെ അധികാര കേന്ദ്രമാക്കി മാറ്റുകയല്ല, പ്രത്യുത അതിനെ ശുശ്രൂഷയുടെ സോപാനമാക്കി മാറ്റുകയായിരുന്നു. നീതി നിഷേധിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും നേടുന്നതിനായി അവരുടെ ശുശ്രൂഷകനായി മാറുന്ന സ്തെഫാനോസ് കാലം ചെയ്ത അഭിമന്യ എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഓർപ്പിക്കുന്നു, വാട്ട് ഈസ് ലൈഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ സർവീസ്? വാട്ട് ഈസ് സർവീസ് ഇഫ് നോട്ട് ഫോർ ക്രൈസ്റ്റ്? ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്ത് ഫലം? ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ശുശ്രൂഷ കൊണ്ട് തന്നെ എന്ത് പ്രയോജനം? ശമാശ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ വ്യത്യസ്തമായ ഇടങ്ങളിലാകാം, വ്യത്യസ്ത ചുമതലകളാകാം. എന്നാൽ അവിടെയെല്ലാം നീതി നിഷേധിക്കപ്പെട്ടു പോയവരെ, ഒറ്റപ്പെട്ടു പോയവരെ, അവഗണിക്കപ്പെടുന്നവരുടെ ഒപ്പമുള്ള ശുശ്രൂഷ നയിപ്പാനായിട്ട് സാധിക്കണം. വേദനിക്കുന്നവൻ്റെ വേദനയൊപ്പുന്ന ശുശ്രൂഷകനായി മാറുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹീതമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ നിയോഗത്തിൻ്റെ തിരിച്ചറിവ് ഉള്ളവരാകുവാൻ എപ്പോഴും ഇടയാകണം. രണ്ടാമതായിട്ട്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ വചനത്തിൻ്റെ പ്രഘോഷകനും പ്രവാചകനും ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ വചനത്തിൻ്റെ പ്രഘോഷകനും പ്രവാചകനും ആയിരിക്കണം. വിധവമാനെ കരുതുന്ന ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സ്തെഫാനോസ്
ആ വലിയ ശുശ്രൂഷയോടൊപ്പം വൈവിധ്യമാർന്ന ശുശ്രൂഷകളിലേക്കൂടെ പങ്കാളിയായിട്ട് തീരുകയാണ്. വചനത്തിൻ്റെ ശുശ്രൂഷ തൻ്റെ നിയോഗത്തിൻ്റെ ശ്രദ്ധേയമായ ഭാഗമായി അദ്ദേഹം സ്വീകരിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് അറിയിക്കുന്നതിന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നതായ സ്തെഫാനോസ് ക്രിസ്തു വിശ്വാസത്തോട് വിവിധമായ രീതിയിൽ തർക്കത്തോടുകൂടെ ഇടപെടുന്നവർക്ക് അത് വളരെ കൃത്യമായി വിശദീകരിച്ച് നൽകുന്നതായ സ്തെഫാനോസ്. അപകടം നിറഞ്ഞതാണ് ആ കാലഘട്ടത്തിൽ യേശുവിനെ കർത്താവ് എന്ന് സിനഗോഗുകളിലും മറ്റും പ്രസംഗിക്കുന്നതെങ്കിൽ പോലും അതിനെ ധൈര്യപൂർവ്വം നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുമാത്രമല്ല, ആദിമസഭ രാഷ്ട്രീയമായും റോമൻ ഗവൺമെൻറ്റിൽ നിന്നും മതപരമായി അക്കാലത്തെ പ്രബല സംഘടിത മതമായ യഹൂദ മതത്തിൽ നിന്നും ശക്തമായ പീഡനങ്ങൾ നേരിടുന്ന കാലമാണ്. രാജ്യസ്നേഹമില്ലാത്ത വിപ്ലവകാരികൾ, നരഭോജികൾ, നിരീശ്വരവാദികൾ ഇങ്ങനെ വികലമായ പേര് നൽകി ക്രിസ്തു വിശ്വാസികളെ ചിത്രീകരിച്ച് ഇല്ലാതെയാക്കുവാനായിട്ടുള്ള സംഘടിത ശ്രമം നടക്കുമ്പോൾ തന്നെ വിസ്താരത്തിനായി കൊണ്ടുപോകുന്ന സന്നിധി സംഘത്തിൻ്റെ മുൻപാകെ, ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള ചരിത്രം പുനർവായനയ്ക്ക് സ്തെഫാനോസ് ഇവിടെ വിധേയമാക്കുകയാണ്. ക്രിസ്തു സഭയുടെ ചരിത്രം ഒരു പഴയ നിയമ ചരിത്രത്തിൻ്റെ തുടർച്ചയാണെന്ന് സമർത്ഥിക്കുവാനാണ് സ്തെഫാനോസ് ഇവിടെ ശ്രമിക്കുന്നത്. ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അധിക്ഷേപിച്ച് ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റിയെ പുനർനിർമ്മിക്കുവാൻ സ്തെഫാനോസ് ഇവിടെ തയ്യാറാകുന്നു. പ്രബലമായ ശക്തികൾ വികലമായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു സഭയുടെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്ന ഭാഷണമാണ് സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ നടത്തുന്നത്. സഭ ഇന്നും സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ ചരിത്രവും നിയോഗവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഭരണകൂടവും സംഘടിത വർഗീയ ശക്തികളും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവിടെ ഒരു നിയോഗിതൻ ഭയം കൂടാതെ വചനത്തെ പ്രഘോഷിക്കുന്നവനും സഭ എന്താണെന്നും സഭ എന്തായിരിക്കണമെന്നും വചനാടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാനും വിളിക്കപ്പെട്ടവനാണ്. നെരടമ്പാരാമൻ ഭദ്രാസനത്തിൻ്റെ കരിയാർ റോഡ് മിഷൻ ഭാഗ്യസ്മരണീയനായ കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്തായാൽ ആരംഭിക്കപ്പെട്ട ഒരു വലിയ മിഷൻ. 2004 മുതൽ ഈ മിഷനിൽ ഒരു മിഷണറിയായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രാമസുവിശേഷീകരണമാണ് നമ്മുടെ കരിയാർ റോഡ് മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. എന്നാൽ ഗ്രാമസുവിശേഷീകരണത്തെ വളരെ പ്രതിസന്ധിയിലാക്കുന്ന ചില സംഭവങ്ങളുണ്ടാകുന്നു. മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും മിഷനെക്കുറിച്ചുമുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ ഗ്രാമത്തിൽ പരക്കുന്നു. അവിടെ അക്കാലത്ത് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകർ ഒന്നിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അഭിനന്ദ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സൈറസ്താർ മുൻപ് ആരംഭിച്ചതായ ഒരു വലിയ ശുശ്രൂഷ, ഹോസ്റ്റലുകളുടെ ശുശ്രൂഷ. അത് നമ്മുടെ പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ ഗ്രാമങ്ങളിൽ ഈ ഹോസ്റ്റലുകൾ ആരംഭിക്കണം എന്ന് തീരുമാനിക്കും. 4 ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ സുവിശേഷകർ പാർക്കുന്ന ഭവനങ്ങളിൽ യൗവനക്കാരായ മലയാളികളായ സുവിശേഷകരുടെ കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം ആ ഗ്രാമത്തിലെ തന്നെ 10 കുഞ്ഞുങ്ങളെ ചേർത്ത് വില്ലേജ് ഹോസ്റ്റലുകൾ ആരംഭിക്കുന്നു. സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിച്ചില്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചന വ്യാഖ്യാനത്തിലൂടെ അതിനെ മറികടക്കുവാനായിട്ടുള്ളൊരു ശ്രമം. ക്രമമായ ആരാധന വില്ലേജ് ഹോസ്റ്റലുകളിൽ നടക്കുന്നു. വൃത്തിയായ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സ്കൂളുകളിലേക്ക് പോകുന്നു. ഓർപ്പിക്കട്ടെ, ഈ 4 വില്ലേജ് ഹോസ്റ്റലുകൾ ആരംഭിച്ച ഗ്രാമത്തിൽ ഇന്ന് 3 ദേവാലയങ്ങൾ നമുക്കുണ്ട്. നമുക്കിത് സാധ്യമാകുന്നത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടങ്ങളിൽ നിയോഗിതർ, അതിനുവേണ്ടി സമർപ്പിതർ ദൈവവചനത്തിൻ്റെ പ്രഘോഷകരായി മാറുവാൻ ഇടയാകുമ്പോഴാണ്. സ്തെഫാനോസ് പ്രതിസന്ധിയുടെ നടുവിൽ ക്രിസ്തു വചനത്തിൻ്റെ പ്രഘോഷകനായി മാറുന്നു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ജീവിതത്തിലൂടെ ക്രിസ്തു സാക്ഷ്യമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട ശമാശന്മാരെ, വൈദിക സ്ഥാനികളെ, പ്രിയരെ, ഇത് നമുക്കും സാധ്യമാകണം. യേശുവിനെ കർത്താവെന്ന് സാക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അൾത്താരയിൽ നിന്നും ആൾക്കൂട്ടത്തിലേക്ക് ക്രിസ്തുവുമായി കടന്നു ചെല്ലുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങൾ പൂർണ്ണമായി തീരുന്നത്. അൾത്താരയിൽ നിന്നും ആൾക്കൂട്ടത്തിലേക്ക് ക്രിസ്തുവുമായി കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ, വചനത്തിൻ്റെ പ്രഘോഷകനും പ്രവാചകനും ആയിത്തീരണം. മൂന്നാമതായിട്ട്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ ജീവിതത്തിലൂടെ പുത്തൻ മാതൃകകൾ രചിക്കുന്നവനാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ ജീവിതത്തിലൂടെ പുത്തൻ മാതൃകകൾ രചിക്കുന്നവനാണ്.
ക്രൂരമായ തിരസ്കരണം നേരിടേണ്ടി വന്നിട്ടും സമചിത്തതയോടുകൂടെ പ്രതികരിക്കുന്ന സ്തെഫാനോസിനെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് വിവരിക്കുന്നത്. തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലും ദൈവം ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും ശക്തമായ ഇടപെടലിനെ കുറിച്ചുള്ള ദർശനമാണ് സ്തെഫാനോസ് കാണുന്നത്. റോമൻ ഭരണകൂടവും യഹൂദ മത നേതൃത്വവും കൂടി ചേർന്ന് ക്രൂശിച്ച യേശു ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായാണ് സ്തെഫാനോസ് കാണുന്നത്. അന്യായമായി വിചാരണ നേരിടുന്നു, നീതിരഹിതമായ വിസ്താരം നേരിടേണ്ടി വരുന്നു, കോടതി ശിക്ഷ വിധിക്കാതെ അക്രമാസക്തമായ ആൾക്കൂട്ടം ശിക്ഷ നടപ്പാക്കുന്ന, ആക്രോശിച്ചുകൊണ്ട് തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതായ സാഹചര്യത്തിലും വളരെയധികം സമചിത്തതയോടുകൂടി അതിനെ നേരിടുന്നതായ സ്തെഫാനോസ് തനിക്ക് ചുറ്റും അനീതിയാണ്, അഴിമതിയാണ്, അസമാധാനമാണെന്ന് പരിതപിച്ച് പിന്മാറുന്ന, നിശബ്ദനാകുന്ന ഭീരുവിനെയല്ല, അവിടെയും ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ പ്രതികരിക്കാൻ കഴിയുന്ന സ്തെഫാനോസിനെയാണ് നാം കാണുന്നത്. യഥാർത്ഥ സമാധാനം പ്രശ്നരഹിതമായ അവസ്ഥയല്ല, മറിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ദൈവസാന്നിധ്യം ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളിലും ദൈവിക നീതിയുടെ അടയാളങ്ങൾ ദർശിക്കുവാൻ സ്തെഫാനോസിനെ പോലെ നമുക്കും സാധിക്കണം. ക്രിസ്തു ശൈലിയെ തൻ്റെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുന്ന സ്തെഫാനോസിനെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്. തൻ്റെ മരണസമയത്തും ക്രിസ്തു ക്രൂസിൽ പ്രതികരിച്ചതുപോലെ ഏറ്റുപറഞ്ഞ് ജീവൻ വെടിയുന്നതായ സ്തെഫാനോസ് സംഘടിത ശക്തികളെ അനുകരിക്കുവാനല്ല, നിലനിൽക്കുന്നതിനെ പിന്തുടരുവാനല്ല, ക്രിസ്തുവിൽ വിളങ്ങിയ ദൈവരാജ്യ മൂല്യങ്ങളെയും ശീലങ്ങളെയും സ്വജീവിതത്തിൽ ആവിഷ്കരിക്കുവാനാണ് സ്തെഫാനോസ് ശ്രമിക്കുന്നത്. സ്വന്തം ജീവിതത്തിലൂടെ പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കുവാനായിട്ടാണ് സ്തെഫാനോസ് ശ്രമിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ക്രിസ്തു ശൈലിയുടെ പുത്തൻ മാതൃകകൾ ലോകത്തിന് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ക്രിസ്തു ശൈലിയുടെ പുത്തൻ മാതൃകകൾ ലോകത്തിന് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നു, യേശു ഒരു വേശ്യാസ്ത്രീയെ കാണുന്നത് കല്ലെറിയുവാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയായിട്ടല്ല, കരുണയർഹിക്കുന്ന മുറിവേറ്റ ഒരു സ്ത്രീയായിട്ടാണ്. അവൻ ശതാധിപനെ കാണുന്നത് ശത്രുവായിട്ടല്ല, ശ്രേഷ്ഠമായ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടാണ്. അവൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, കാരണം അവൻ്റെ മനസ്സിലെ രൂപപ്പെടലും വ്യത്യസ്തമായിരുന്നു. ഹി ഡിഡ് നോട്ട് സിംപ്ലി ബിഹേവ് ഡിഫറൻ്റ്ലി, ഹി സോ ഡിഫറൻ്റ്ലി. അവൻ വെറുതെ വ്യത്യസ്തനായി ഇടപെടുന്നവനല്ല, അവൻ വ്യത്യസ്തമായി കാണുന്നവനാണ്. ക്രിസ്തുവിനെ വെറുതെ അനുകരിക്കുക എന്നുള്ളതല്ല, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ മാതൃകകൾ ലോകത്തിന് നൽകുവാനായിട്ട് കഴിയൂ. ഇത് PR വർക്കിൻ്റെ കാലമാണ്. നമ്മുടെ ഏത് ചെറിയ കാര്യങ്ങളെ പോലും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് എന്ന് വ്യാഖ്യാനിച്ച് പെരുമ്പറ കൊട്ടി ഘോഷിക്കുവാൻ കഴിയുന്ന കാലം. ഇത് റീൽസിൻ്റെ കാലമാണ്. നമ്മുടെ ഏത് കാര്യങ്ങളെയും വളരെ വേഗത്തിൽ റീൽസിലൂടെ ലോകമെല്ലാം എത്തിക്കാൻ പറ്റുന്ന കാലം. എന്നാൽ ഇവിടെ റിയലാകാൻ നിയോഗത്തിന് സാധ്യമായിട്ട് തീരണം. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു തുളു കവിത ആസ്പദമാക്കി ബഹുമാനപ്പെട്ട മൂച്ചി വർഗീയച്ചൻ എഴുതിയ ഒരു ലേഖനം ജൂലൈ മാസം സഭാതാരകിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. പാലും പത്രവും പോരാ, ചില്ല് ഉടയ്ക്കണം. ആ കവിതയുടെ അച്ഛൻ രേഖപ്പെടുത്തുന്ന ഭാഗം ഇങ്ങനെയാണ്: പുതുവീട്ടിലേക്ക് വന്ന അമ്മ പത്രവും പാലുമായി വന്ന കുട്ടിയോട് ചില്ല് ജാലയിൽ കൂടെ ചോദിക്കുന്നു, വന്നിട്ട് കുറേ നേരമായല്ലോ മോനെ, ചായ കുടിച്ചുവോ? നിന്റെ പേരെന്താണ്? ആരൊക്കെയുണ്ട് വീട്ടിൽ? വാതിക്കൽ വെച്ച പാത്രത്തിൽ പാലൊഴിച്ച് പത്രമകത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒന്നും ഉരിയാടാതെയും മുകളിലേക്ക് നോക്കാതെയും പയ്യൻ തിരിച്ച് നടന്നു. അമ്മ തൻ്റെ മകനോട്, എന്താ മോനെ ഞാൻ മിണ്ടിയിട്ടും അവനൊന്നും പറയാതിരുന്നത്? അമ്മേ, ചില്ല് ജാലയിൽ കൂടി കാണാൻ പറ്റും, കേൾക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആ ജനാല എടുത്തു മാറ്റുമോനെ? സാധിക്കില്ലമ്മേ, വീട് പണിയുമ്പോൾ ഇളക്കാൻ കഴിയാത്ത വിധമാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ജനാല എടുത്തു മാറ്റുമോനെ? സാധിക്കില്ലമ്മേ, വീട് പണിയുമ്പോൾ ഇളക്കാൻ കഴിയാത്ത വിധമാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ചില ജനാലകൾ മാറ്റുവാനായിട്ടാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് സഭയുടെ ശമാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയ യൗവനക്കാരെ, പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിൻ്റെ ജീവിതവും മാതൃകകളും ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തിലുടനീളം തിരിച്ചറിഞ്ഞ്
പകർത്തുവാൻ തക്കോണം നമുക്ക് ഇടയായിട്ട് തരണം. അത് നമ്മുടെ മുൻപാകെ ഒരു വലിയ വെല്ലുവിളിയായി നിർത്തുവാൻ തക്കോണം നമുക്ക് ഇടയായിട്ട് തരണം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ നിയോഗത്തിൻ്റെ തിരിച്ചറിവുള്ളവനായി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ വചനത്തിൻ്റെ പ്രഘോഷകനും പ്രവാചകനുമായി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ ജീവിതത്തിൽ പുത്തൻ മാതൃകകൾ രചിക്കുന്നവരായി മാറുവാനായിട്ട് സാധിക്കണം. പ്രിയ ശമാശന്മാരെ, സഭ ഇന്ന് നിങ്ങളെ ഒരു പുതിയ സ്ഥാനത്തേക്ക് നിയോഗിച്ചാക്കുമ്പോൾ സഭയും സമൂഹവും ഏറെ പ്രതീക്ഷയോടുകൂടെ നിങ്ങളെ കാണുകയാണ്. നിങ്ങളെ ഏൽപ്പിക്കുന്ന നിയോഗത്തിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തോടുകൂടെ ചേർന്ന് എവിടെയാണോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹീതമാക്കി തീർക്കുന്നത് അവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കിടയാകണം. വചനത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു പ്രവാചക ശബ്ദത്തോടുകൂടെ നിലനിൽപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയാകണം. ജീവിതത്തിൽ എപ്പോഴും പുത്തൻ മാതൃകകൾ ക്രിസ്തുവിലൂടെ പങ്കുവെക്കുന്നവരായി മാറുവാൻ ഇടയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും.